നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ പ്രതീകമായിരുന്നു അത്. ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതക്കേറ്റ ഏറ്റവും കനത്ത ആഘാതമായിരുന്നു ബാബറി മസ്ജിദിനെ തകർക്കൽ. അത് തകർത്തത് സംഘപരിവാരുകാരാണ് ആണെങ്കിലും അങ്ങനെ തകർക്കുന്നതിന് ഒത്താശ ചെയ്തു കൊടുത്തതിൽ നിന്ന് കോൺഗ്രസിന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. ഈ രാജ്യം ബ്ലാങ്ക് ചെക്കാണ് അന്നത്തെ പ്രധാനമന്ത്രിക്ക് നൽകിയിരുന്നത്. പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത കക്ഷികളുടെ യോഗം ഏകണ്ഠമായി ഒരു പ്രമേയം അംഗീകരിച്ചു കൊടുത്തു. അത് ബാബറി മസ്ജിദ് തകർക്കുന്നത് തടയാൻ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും ഞങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് രാജ്യം ഒറ്റക്കെട്ടായി പ്രധാനമന്ത്രിക്ക് എഴുതി നൽകിയ ഉറപ്പായിരുന്നു. പക്ഷേ ആ തകർക്കൽ ദിവസം തകർക്കുന്നതിന് വേണ്ടിയുള്ള സന്നാഹങ്ങൾ എടുത്തു വരുന്നു. ബാബറി മസ്ജിദിലേക്ക് സംഘം ഇരച്ചു കയറുന്നു, തകർക്കൽ ആരംഭിക്കുന്നു. ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും വിവരമറിഞ്ഞ രാജ്യത്തെ പ്രമുഖരായ മതനിരപേക്ഷ നേതാക്കൾ, അതിൽ CPM-ന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി സഖാവ് സുർജിത്ത് അടക്കമുള്ളവരുണ്ട്, പ്രധാനമന്ത്രിയെ വിളിക്കുന്നു. ആർക്കും പ്രധാനമന്ത്രിയെ കിട്ടുന്നില്ല. അദ്ദേഹം ഇപ്പം നമ്മുടെ ടെലിഫോണുകളിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പരിധിക്ക് പുറത്ത്, ഏതുവരെ പൂർണ്ണമായി ബാബറി മസ്ജിദ് തകർത്ത് കഴിയുന്നത് വരെ. അപ്പോൾ ബാബറി മസ്ജിദ് തകർത്തത് സംഘപരിവാര് കാണാനാണെങ്കിലും ആ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് നിസ്സംഗതയിലൂടെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് കോൺഗ്രസ്സാണ്.